അമേരിക്കൻ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുള്ള പ്രമുഖ കൺസർവേറ്റീവ് രാഷ്ട്രീയ നിരീക്ഷകനായ കാൻഡസ് ഓവൻസ് പ്രോസിക്യൂഷനെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ യുഎസിൽ പുതിയൊരു മാധ്യമയുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രാഥമിക കോടതി നടപടികളിൽ സാക്ഷി ലാൻസ് വിഗസിന്റെ മുൻപ് റെക്കോർഡ് ചെയ്ത മൊഴികൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കാൻഡസ് രംഗത്തെത്തിയത്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ടൈലർ റോബിൻസനെ മനഃപൂർവ്വം കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന സൂചനകളാണ് കാൻഡസിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. ഈ കൊലപാതക കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായ ലാൻസ് വിഗസിന്റെ ഫോൺ കൈകാര്യം ചെയ്തതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് കാൻഡസ് ഓവൻസ് ശക്തമായി വാദിക്കുന്നത്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം ഫോണിലെ ഡാറ്റകളിൽ കൃത്രിമം കാണിച്ചിരിക്കാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. കേസിൽ ലാൻസ് വിഗ്സ് മുൻപ് നൽകിയ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം കോടതിയിൽ തെളിവായി സ്വീകരിക്കാൻ അനുവാദം നൽകിയ ജുഡീഷ്യൽ നടപടിയെയും കാൻഡസ് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. പൂർണ്ണമായ സംഭാഷണം പരിശോധിക്കാതെ പ്രോസിക്യൂഷന് അനുകൂലമായ ഭാഗങ്ങൾ മാത്രം കോടതിയിൽ കേൾപ്പിച്ചത് നീതിയുക്തമല്ലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ ചില പ്രധാനപ്പെട്ട ടെക്സ്റ്റ് മെസ്സേജുകളുടെ ആധികാരികത പരിശോധിക്കാൻ പ്രതിഭാഗം അഭിഭാഷകർക്ക് ആവശ്യത്തിന് സമയം നൽകിയില്ല എന്നതാണ് കാൻഡസ് ഉയർത്തുന്ന മറ്റൊരു ഗുരുതരമായ ആരോപണം. ഡിജിറ്റൽ യുഗത്തിൽ വ്യാജ സന്ദേശങ്ങൾ നിർമ്മിക്കുക എളുപ്പമാണെന്നിരിക്കെ ഈ സന്ദേശങ്ങൾ ടൈലർ റോബിൻസൺ തന്നെയാണ് അയച്ചതെന്ന് ഉറപ്പുവരുത്താൻ പ്രതിഭാഗത്തിന് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത് ദുരൂഹമാണെന്ന് അവർ വാദിക്കുന്നു. സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തി ടൈലർ റോബിൻസൺ ആണെന്ന് ലാൻസ് വിഗ്സ് തിരിച്ചറിഞ്ഞെന്ന പ്രോസിക്യൂഷൻ വാദത്തെയും കാൻഡസ് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. വ്യക്തതയില്ലാത്തതും മങ്ങിയതുമായ ആ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും ഒരാളെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കില്ലെന്നാണ് കാൻഡസിന്റെ പക്ഷം. കാൻഡസ് ഓവൻസ് ഉയർത്തിയ ഈ ചോദ്യങ്ങൾ കേസിന്റെ അന്വേഷണ ശൈലിയെ തന്നെ വലിയ രീതിയിൽ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. ഒരു പ്രമുഖ വ്യക്തി കൊല്ലപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ജനരോഷം തണുപ്പിക്കാൻ പോലീസ് തിരക്കിട്ട് ഒരാളെ പ്രതിയാക്കാൻ കെട്ടിച്ചമച്ച കഥയാണിതെന്ന തരത്തിലുള്ള ചർച്ചകൾക്കാണ് കാൻഡസിന്റെ വാക്കുകൾ വഴി തുറക്കുന്നത്. എന്നാൽ കാൻഡസ് ഓവൻസിന്റെ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി പ്രതിരോധിക്കുന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പക്കൽ കേവലം ഒരു സാക്ഷിമൊഴി മാത്രമല്ല ഉള്ളതെന്നും പ്രതിയായ ടൈലർ റോബിൻസനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെന്നുമാണ് അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്. കൊലപാതകം നടന്ന സമയത്ത് പ്രതിയും സാക്ഷിയും തമ്മിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന നിരവധി ടെക്സ്റ്റ് മെസ്സേജുകൾ തങ്ങളുടെ അന്വേഷണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഈ സന്ദേശങ്ങളിൽ കൊലപാതകത്തിന്റെ ആസൂത്രണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള നീക്കത്തെക്കുറിച്ചും വ്യക്തമായ സൂചനകളുണ്ടെന്നാണ് അവരുടെ പക്ഷം. CCTV ദൃശ്യങ്ങൾ കേവലം ഒരു അനുമാനമല്ലെന്നും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ദൃശ്യങ്ങളിലുള്ളത് ടൈലർ റോബിൻസൺ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതെന്നും പ്രോസിക്യൂഷൻ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. സാക്ഷി ലാൻസ് വിഗ്സ് പ്രതിയെ നേരിട്ട് തിരിച്ചറിഞ്ഞത് കേസിനെ കൂടുതൽ ശക്തമാക്കുന്നു. കേസിൽ പ്രാഥമിക വാദം കേൾക്കൽ പൂർത്തിയാക്കി ടൈലർ റോബിൻസനെ ഔദ്യോഗികമായി വിചാരണയിലേക്ക് നയിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ. തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ പോന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ടൈലർ റോബിൻസൺ കോടതിയിൽ താൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു മാപ്പപേക്ഷ നൽകിയിട്ടില്ല. നിയമപരമായി കോടതി ഇതുവരെ ടൈലർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയോ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ മാധ്യമങ്ങളിൽ ഈ കേസ് വലിയൊരു തരംഗമായി മാറാൻ കാരണം ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾ തന്നെയാണ്. കൺസർവേറ്റീവ് രാഷ്ട്രീയത്തിലെ പ്രമുഖ മുഖങ്ങളിലൊന്നായ ചാർലി കിർക്കിന്റെ കൊലപാതകം വെറും ഒരു വ്യക്തിപരമായ ശത്രുതയുടെ ഫലമാണോ അതോ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന ചോദ്യം തുടക്കം മുതലേ ഉയർന്നിരുന്നു. കാൻഡസ് ഓവൻസും ചാർലി കിർക്കും അമേരിക്കൻ രാഷ്ട്രീയ ലോകത്ത് വലിയ സ്വാധീനമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കാൻഡസ് ഇടപെടുന്നതും പ്രോസിക്യൂഷനെതിരെ രംഗത്ത് വരുന്നതും അതീവ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത്. ഈ കേസ് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യതയെ സംബന്ധിച്ച വലിയൊരു പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് സ്വാധീനമുള്ള മാധ്യമ പ്രവർത്തകരും വലിയൊരു വിഭാഗം ജനങ്ങളും പ്രോസിക്യൂഷൻ കഥകളെ സംശയത്തോടെ കാണുമ്പോൾ മറുവശത്ത് നിയമ സംവിധാനങ്ങൾ തങ്ങളുടെ തെളിവുകളുടെ ബലത്തിൽ മുന്നോട്ടു പോകുന്നു.
ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള കാൻഡസിന്റെ ചോദ്യങ്ങൾ അമേരിക്കൻ കോടതികളിൽ ഇത്തരം തെളിവുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള പുതിയ നിയമ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഫോൺ ഡാറ്റകൾ, CCTV ദൃശ്യങ്ങൾ എന്നിവയിൽ എഡിറ്റിംഗ് നടത്താനുള്ള സാധ്യതകൾ ഏറെയായതിനാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന ഓരോ തെളിവും കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്ന വാദത്തിന് ഇപ്പോൾ പൊതുജന പിന്തുണയേറുന്നുണ്ട്. ടൈലർ റോബിൻസന്റെ കുടുംബവും പ്രതിഭാഗം അഭിഭാഷകരും കാൻഡസ് ഓവൻസ് നൽകിയ ഈ പരസ്യമായ പിന്തുണയെ വലിയൊരു ആശ്വാസമായാണ് കാണുന്നത്. മാധ്യമ ശ്രദ്ധ ഈ കേസിലേക്ക് തിരിഞ്ഞതോടെ പ്രോസിക്യൂഷന് മേൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ സമ്മർദ്ദമേറും. അമേരിക്കൻ ജനത ഇപ്പോൾ ഈ കേസിലെ ഓരോ ചെറിയ നീക്കങ്ങളും അതീവ താല്പര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാൻഡസ് ഓവൻസിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ടൈലർ നിരപരാധിയാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ സജീവമാകുമ്പോൾ ചാർലി കിർക്കിന് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി മറ്റൊരു വിഭാഗവും രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ കോടതി ഈ തെളിവുകളുടെ ആധികാരികതയെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ടൈലർ റോബിൻസന്റെ ഭാവി. ഡിജിറ്റൽ ഫോറൻസിക് റിപ്പോർട്ടുകൾ വീണ്ടും പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടാൽ അത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായേക്കും. ചാർലി കിർക്കിന്റെ വിയോഗമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും അമേരിക്കൻ കൺസർവേറ്റീവ് സമൂഹം ഇനിയും മുക്തമായിട്ടില്ല. അതിനിടയിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ നിരപരാധിത്വത്തെക്കുറിച്ച് സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ ശബ്ദമുയരുന്നത് കേസിന്റെ ഗതി പൂർണ്ണമായി മാറ്റിയേക്കാം. കോടതിയുടെ വിധി വരുന്നതുവരെ ടൈലർ റോബിൻസൺ നിയമത്തിന് മുന്നിൽ കുറ്റാരോപിതൻ മാത്രമാണ്. എന്നാൽ കാൻഡസ് ഓവൻസ് ഉയർത്തിയ കടുത്ത ചോദ്യങ്ങൾ അമേരിക്കൻ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വിശ്വാസ്യതയ്ക്കുമേൽ വലിയൊരു ചോദ്യചിഹ്നം അവശേഷിപ്പിച്ചു കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ പ്രോസിക്യൂഷൻ ഇതിന് എന്ത് ഔദ്യോഗിക മറുപടി നൽകുമെന്നാണ് രാജ്യം കാത്തിരിക്കുന്നത്.